ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഹെസദ് ചാനലിലേക്ക് നന്മ നിറഞ്ഞ സ്വാഗതം. കുറേ നാളുകളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നതാണ്. അതുകൊണ്ട് തിരുനാളും നവനാളും പെരുന്നാളും തമ്മിലുള്ള വ്യത്യാസം നമ്മളെല്ലാവരും എപ്പോഴും പറഞ്ഞ പെരുന്നാളിന് പോകുന്നു, പെരുന്നാൾ ഒടുക്കത്തിന് പോകുന്നു. എന്താണ് തിരുനാൾ, എന്താണ് പെരുന്നാൾ, എന്താണ് നവനാൾ? തിരുനാൾ ഒരിക്കലും പെരുന്നാളാകരുത്. പെരുന്നാൾ എന്ന് പറയുന്നത് പെരുപ്പിക്കുന്ന നാൾ, ഒട്ടും ആത്മീയതയില്ലാത്ത ഉത്സവത്തെയാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. പെരുപ്പിക്കുന്ന നാൾ, ആർഭാടത്തിൻ്റെ നാൾ, ഒരു ഉത്സവമാണ്. പാട്ടിൽ പോലും അങ്ങനെയാണ്. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം, അർത്തിങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ഓശാന പെരുന്നാൾ വന്നു. അപ്പോൾ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരുപ്പിക്കുന്ന നാൾ. ചെണ്ടമേളം, വാദ്യമേളം, ശിങ്കാരിമേളം, കരയാട്ടം, കരയോട്ടം, മെഗാ ഷോ, മെഗാ തല്ലിൽ അവസാനിക്കുന്നതാണ് നമ്മുടെയൊക്കെ ചില പള്ളികളിലെ ഈ പെരുന്നാൾ. മറിച്ച് പെരുന്നാളിന് ഒരുക്കമായിട്ടുള്ളതാണ് നവനാൾ. നവനാൾ ആരംഭിച്ചത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അപ്പോസ്തല പ്രവർത്തനം 1:14 വായിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയോടൊപ്പം അപ്പോസ്തലന്മാരും സഹോദരന്മാരും ഒരുമിച്ച് കൂടി സെഹിയോൻ മാളിക മുകളിലാണ് ആദ്യമായിട്ട് നൊവേന ആരംഭിക്കുന്നത്. 9 ദിവസം നീണ്ടു നിന്ന ആ നവനാൾ തീർന്നു കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്ത അനുഭവം ഉണ്ടായി. അതാണ് സഭയുടെ ഉദ്ഘാടനം. സഭയുടെ ഉദ്ഘാടനത്തിന് നിദാനമായിട്ട് നിൽക്കുന്നത് നവനാളാണ്. ഇനി നവനാളിനെ കുറിച്ച് കത്തോലിക്ക സഭയിൽ പഠിപ്പിച്ചേക്കുന്നത് ആരാണ്? അൽഫോൺസ് ലിഗോരി. ഞാൻ വർഷങ്ങളായിട്ട് ഈ നൊവേന കേന്ദ്രങ്ങളിൽ പ്രസംഗിക്കുന്നൊരു അച്ഛനാണ്. പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. കുർബാനയ്ക്ക് വരില്ല, കുമ്പസാരിക്കാറില്ല. ആ നൊവേന കഴിഞ്ഞാൽ സ്റ്റാൻഡ് വിട്ട് പോകും, വചനവും കേൾക്കില്ല, ആരാധനയും പങ്കെടുക്കും. അങ്ങനെ ഒരു 20% ആൾക്കാരുണ്ട്. അവരെ നൊവേന ക്രിസ്ത്യാനികൾ എന്നൊക്കെ ഇരട്ടപ്പേരും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് വാസ്തവത്തിൽ ഒരു ഇൻഫർമേഷനാണ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഫെയ്ത്ത്. എന്തിനാണ് നമ്മുടെയൊക്കെ ദേവാലയത്തിൽ തിരുനാളിന് ഒരുക്കമായിട്ട് നവനാൾ നടത്തേണ്ടത്? അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് അൽഫോൺസ് ലിഗോരിയാണ്. ഒരു ആത്മീയമായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ദിനമാണ്, മാനസാന്തരത്തിൻ്റെ ദിനമാണ്. അതിന് 7 കാര്യങ്ങളാണ് അൽഫോൺസ് ലിഗോരി കുത്തിക്കുറിച്ചിട്ടുള്ളത്. ഒന്ന്, പ്രസാദപരത്തിലായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തണം. 2, പറഞ്ഞിരിക്കുന്നത് 9 ആഴ്ചയാകാം, 9 ദിവസമാകാം. ഇവിടെ പലപ്പോഴും കൺഫ്യൂഷനുണ്ട്. ഹർത്താൽ വന്നാൽ എന്ത് ചെയ്യും? ബന്ധു വന്നാൽ എന്ത് ചെയ്യും? ഈ 15-ാം നൂറ്റാണ്ടിലെ ഈ വിശുദ്ധന് ഭയങ്കര ദർശനം ഉണ്ടായി. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടേതല്ലാത്ത കാര്യകാരണങ്ങളാൽ അപകടം വന്നു, പനി വന്നു, ഹർത്താൽ വന്നു, വീട്ടിലിരുന്ന് ചൊല്ലിയാൽ മതി. അത് 9 ദിവസമാകാം, 9 ആഴ്ചയാകാം. അപ്പം ഈ മുടക്കം വന്നാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത് ആൻറ്റിബയോട്ടിക്കാണ്. ആൻറ്റിബയോട്ടിക് 12 ഗുളിക വന്ന് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് ഒരു നേരം മുടങ്ങിയാൽ അത് റിപ്പീറ്റ് ചെയ്യണം. നൊവേന റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ. 3-ാമത്തെ കാര്യം, നമ്മൾ ആരുടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നു? ഇപ്പോൾ യൗസേ പിതാവ്, സെയിൻറ്റ് ജൂഡ്, സെൻറ്റ് സെബാസ്റ്റ്യൻ, സെൻറ്റ് ആൻ്റണി, ഇവിടെയൊക്കെ ദേവാലയം സന്ദർശിച്ച് ആ നൊവേനയിൽ പങ്കെടുക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ കാര്യം, ക്രിസ്തീയ പുണ്യങ്ങൾ നമ്മൾ അഭ്യസിക്കണം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് വളരെ അടിസ്ഥാനമാണ്. ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃപ ലഭിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ചാണ്. പ്രത്യാശ, അതുപോലെ തന്നെ സ്നേഹം. നമ്മൾ ഈ നൊവേന കൂടുന്ന ആൾക്കാർ വീട്ടിൽ വഴക്കും വക്കാണുമാണ്. സ്വന്തം ഭർത്താവിനോട് മിണ്ടില്ല, ഭാര്യയോട് മിണ്ടില്ല, അപ്പനോടും അമ്മയോടും മിണ്ടില്ല, അയൽവാസികളോട് മിണ്ടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ നൊവേന കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതുണ്ടാവണം. ക്രിസ്തീയ പുണ്യങ്ങളെക്കുറിച്ച് അൽഫോൺസ് ലിഗോരി പറഞ്ഞിട്ടുണ്ട്. അടുത്തത്, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. പാപപരിഹാരം ചെയ്യണം, ദാനധർമ്മം ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ സ്വയം പരിത്യജിക്കണം. നമ്മൾ പലതിനും അഡിക്റ്റാണ്. മദ്യത്തിന് അഡിക്റ്റാണ്, മൊബൈലിന് അഡിക്റ്റാണ്, ചില ആസക്തികൾക്ക് അഡിക്റ്റാണ്. ഈ അഡിക്ഷനൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ നൊവേനയിൽ പങ്കെടുക്കാൻ. ഇതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി വിശുദ്ധ കുർബാനയില്ലാതെ ഒരു നൊവേന പാടില്ല. കുർബാനയോടുകൂടെ ആയിരിക്കണം. അതായത് കുമ്പസാരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ചു കൊണ്ടായിരിക്കണം നൊവേനെന്ന് വ്യക്തമായിട്ട് അൽഫോൺസ് ലിഗോരി എഴുതി വച്ചിട്ടുണ്ട്. അവസാനമായി നമ്മൾ ടെസ്റ്റ് മണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
ലൂക്ക 11:17 അതുപോലെ മത്തായി 10:32 വായിച്ചാൽ നമുക്ക് അനുഗ്രഹം ലഭിച്ചിട്ട് എല്ലാവരും എഴുതും, ഒരു വിശ്വാസി, ഒരു ദാസൻ, ഒരു മകൻ, ഒരു മകൾ. ഇത് എല്ലാ നൊവേന കേന്ദ്രത്തിലാണ്. ഊമക്കത്താണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഒരു ആധാർ കാർഡ് എടുക്കണമെങ്കിൽ, ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഒരു വിശ്വാസി എന്ന് എഴുതിയാൽ കിട്ടുമോ? ഒരു ലോൺ കിട്ടണമെങ്കിൽ ഒരു വിശ്വാസി എന്ന് എഴുതിയാൽ കിട്ടുമോ? ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് സങ്കടമുള്ളൊരു കാര്യമുണ്ടായി. ഒരു നൊവേന കേന്ദ്രത്തിൽ ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, പേരെഴുതി സാക്ഷ്യപ്പെടുത്തും. ആരാണ് അന്വേഷിക്കാൻ പോകുന്നത്? ആൻ്റണി അല്ലെങ്കിൽ പീറ്റർ, റോസി, ആരാ അന്വേഷിക്കാൻ പോകുന്നത്? മറിച്ച് നമ്മളത് എഴുതുമ്പോൾ അതൊരു സാക്ഷ്യമാണ്. ബൈബിളിൽ മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. വചനം മത്തായി 10:32 എന്നെ സാക്ഷ്യപ്പെടുത്തുന്നതിന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിലും സാക്ഷ്യപ്പെടുന്നത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈശോ ചോദിക്കുന്നുണ്ട്, 10 പേരല്ലേ സുഖം പ്രാപിച്ചത്, 9 പേര് എവിടെ? ഒരു സമറിയക്കാരനല്ലേ വന്നത്? അപ്പോൾ അത് മറന്നു പോകരുത്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് സങ്കടമെന്ന കാര്യം ഞാൻ പറയാം. ഒരു നൊവേന കേന്ദ്രത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുത്തെ കൊച്ചച്ഛൻ വന്നിരിക്കുകയാണ്. നെൽസൺ ചോദിച്ച അങ്ങനെ പറഞ്ഞ് ശരിയായില്ല. ഞാൻ ചോദിച്ചെന്നാൽ ഡൈലൂട്ട് ചെയ്യണം. സഭയുടെ പഠനമാണ് ഞാൻ തരുന്നത്, കത്തോലിക്ക സഭയുടെ പഠനം. ഈശോ തന്നെ യോഹന്നാൻ 6 കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഇത് ആർക്ക് ഫോളോ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഈശോ ചോദിച്ചു, അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണേൽ പോയിക്കോ, ഒരു ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ചെയ്യണ എല്ലാം ഡൈല്യൂട്ട് ചെയ്യണതല്ല. അതാണ്, ഒരു ഡൈല്യൂട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ 7 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രസാദവരത്തിലായിരിക്കണം, അതുപോലെ 9 ആഴ്ചയാകാം, ദിവസമാകാം. പിന്നെ ആ ദേവാലയം സന്ദർശിച്ചു വേണം. ആരോട് പ്രാർത്ഥിക്കണം? ദേവാലയം സന്ദർശിക്കണം. ക്രിസ്തീയ പുണ്യങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഉണ്ടാവണം. പിന്നെ പരിത്യാഗം ഉണ്ടാകണം, അഡിക്ഷനൊക്കെ ഉപേക്ഷിക്കണം. അതുപോലെ ദാനധർമ്മം ചെയ്യണം, ഉപവസിക്കണം. കൂടാതെ വിശുദ്ധ കുർബാനയോടുകൂടെ ആവണം, അല്ലാതെ നൊവേനയ്ക്ക് പ്രസക്തിയില്ല. 7ാമത്തെ കാര്യം നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. പേരെഴുതി സാക്ഷ്യം, അല്ല വിശ്വാസി, മകൻ, ദാസൻ, ദാസി, നോ. ഇതാണ്. ഇനി ഞാൻ ഊന്നൽ കൊടുക്കാൻ പോകുന്ന തിരുനാളിനെ കുറിച്ചാണ്. തിരുനാളിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്നെങ്കിൽ ലെവായുടെ പുസ്തകം 23-ാം അധ്യായം 1 തുടങ്ങി 44 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ തിരുനാളിനെ കുറിച്ച് ദൈവം തന്നെയാണ് തിരുനാൾ ആഘോഷിക്കാൻ മോശ വഴി ആഹ്വാനം ചെയ്തത്. 7 തിരുനാളുണ്ട്. 1 സാബത്താണ്. 2 പെസഹ അല്ലെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 3 ആദ്യ ഫലങ്ങളുടെ തിരുനാൾ. 4 ആഴ്ചകളുടെ തിരുനാളാണ്. 5 പുതുവത്സരത്തിൻ്റെ തിരുനാൾ. 6 പാപപരിഹാര തിരുനാൾ. 7 കൂടാര തിരുനാൾ. ഇതാണ് തിരുനാളിനെ കുറിച്ച്. ഇനി വത്തിക്കാൻ കൗൺസിലിലെ പ്രമാണരേഖയിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മുടെ ഇടവകളിൽ ഇപ്പം ഇനി തിരുനാളുകൾ ഇങ്ങനെ വരാൻ പോവുകയാണ്. അപ്പോൾ ഓർക്കണം, 1 വചനം ധ്യാനിക്കുവാൻ, ജീവിക്കുവാൻ, പ്രചരിപ്പിക്കുവാനുള്ള അവസരമാണ് തിരുനാൾ. അതുകൊണ്ടാണ് തിരുനാളിന് ഒരുക്കമായിട്ട് ധ്യാനം വയ്ക്കുന്നത്, കൺവെൻഷൻ വയ്ക്കുന്നത്. അപ്പോൾ കൺവെൻഷൻ ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായി കൺവെൻഷൻ? കളക്ഷൻ വളരെ പൂവറാണച്ചോ. അപ്പോൾ കൺവെൻഷൻ ആളെ കൂട്ടാനുള്ളതല്ല. കർത്താവ് ഒരു പരസ്യമൊന്നും കൊടുത്തൊന്നുമില്ല. കർത്താവ് ആളെ വിളിച്ചു കൂട്ടിയുടെ ധ്യാനം നടത്തിയിട്ടുമില്ല. ഇപ്പോൾ PRO ഉണ്ട്, അതിന് കുറേ ആൾക്കാരുണ്ട്. എന്തെല്ലാം പരിപാടിയാണ് നടത്തുന്നത്. ബിസിനസ്സായിട്ട് മാറി. സത്യം പറഞ്ഞാൽ കച്ചവടമാണ്. പിന്നെ ദർശനമാണ്, ധ്യാനഗുരുവിന് ദർശനമാണ്. ഇത് കണ്ണമാലിലൊരു ധ്യാനം നടത്തണമെന്ന് എനിക്ക് വെളിപാടുണ്ടായി. അല്ലെങ്കിൽ അക്വിന സ്ക്വയറിൽ കൊച്ചി രൂപതയിലുണ്ടാകണം, വല്ലാർപാടത്തുണ്ടാകണം. എന്ത് ദർശനവും? ഇത് ഒരു തട്ടിപ്പാണ്. പച്ചക്ക് ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ. ഇപ്പോൾ ഇത് ബിസിനസ്സാണ്. ഇങ്ങനെ ധ്യാനം പിടിക്കണേൻ, കൺവെൻഷൻ പിടിക്കണേൻ, ആളെ കൂട്ടണേൻ. ആ ഗ്രൂപ്പിനെ വിളിച്ചാൽ ആൾക്കാരുണ്ടാകും. കർത്താവിൻ്റെ വചനമല്ല പറഞ്ഞത്. അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് മാറ്റരുത്. അവിടെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. വചനം ജീവിക്കണം. ഇന്ന് നമ്മുടെയൊക്കെ ഇങ്ങനെ ആൾ ദൈവങ്ങളായിട്ട് മാറി. സത്യമായിട്ട് അതാണ് നമുക്ക് വന്നേക്കണ ഏറ്റവും വലിയ പിഴ. പിന്നെ സന്ദേശം വല്ലതുമുണ്ടോ? കുറേ പ്രൈസ്തലോടും ഹാലുലിയും പറഞ്ഞങ്ങോട്ട് തീരണേന്. എന്ത് സന്ദേശം കിട്ടി? ധ്യാനത്തിലൂടെ എന്ത് സന്ദേശം കൊടുത്തു? ഇത് ചോദിക്കണം. അപ്പോൾ ഓർക്കുക, നമ്മളൊക്കെ ഈ പ്രത്യേകം ഒരുപാട് തെറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് സഭയിൽ. ഓരോ പാർട്ടീനെ വിളിക്കണേണ് ഇപ്പോൾ. ശരിക്കും ഒരു പൊളിറ്റിക്കലായിട്ട് മാറിയില്ലേ? അതിനുവേണ്ടി നമ്മളിങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്ന് ബസ്സിനിറക്കണ പരിപാടിയൊക്കെ ഉണ്ട്. ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് 50 പേര് ഇവിടെ വരണം, 50 പേര് അവിടെ വരണം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ തെറ്റിപ്പോയി നമുക്ക്. ഇത് പറയുമ്പോൾ പലർക്കും വല്ല പ്രയാസമുണ്ടാകും. പക്ഷേ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. 2ാമത്തെ കാര്യം, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. നമ്മൾ എത്ര പേര് ഈ തിരുനാൾ വരുമ്പോൾ തിരുസഭയുടെ പഠനത്തിൽ കിടപ്പുണ്ട്. എത്ര പേര് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുർബാനയ്ക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കണം.
ഇത് തിരുനാളിൻ്റെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് അനുരഞ്ജനപ്പെടണം. ഞാൻ കണ്ടിട്ടുണ്ട് തിരുനാൾ ആഘോഷിക്കുന്ന പ്രസിദ്ധേന്തിമാർ സ്വന്തം കൂടപ്പിറപ്പിലോട് ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പം ഈ തിരുനാൾ ഏറ്റെടുക്കുന്ന പ്രസിദ്ധേന്തിമാർ മനസ്സിലാക്കണം കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് രമ്യതപ്പെടണം. ചെറുപുഷ്പത്തിൻ്റെ തിരുനാളിൽ 1500 അമ്മമാരാണ് തിരുനാൾ നടത്തിയത്. എന്നിട്ട് ഒരു സഹോദരി പറഞ്ഞു, അച്ഛ തിരുനാളിൻ്റെ അമ്മ തിരുനാൾ പ്രസിദ്ധേന്തിയായിട്ട് ഞങ്ങളെ വിളിച്ചില്ല അച്ഛ. പിന്നെ മക്കൾ പറഞ്ഞു തിരുനാളിന് വിളിച്ചിട്ടില്ലേ എന്ന് നുണ പറഞ്ഞു. അവിടെ ചെന്നിട്ട് മുഖം തിരിഞ്ഞു പോകുന്ന അങ്കിൾമാരെയും ആൻറ്റിമാരെയും കണ്ടു സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട. അനുരഞ്ജനപ്പെടാതെ ഒരു തിരുനാൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല. നാലാമത്തെ കാര്യം, ഒരുമിച്ച് കൂടാനുള്ള ഒരു നാളാണ് തിരുനാൾ. അപ്പോൾ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു പോയ ആൾക്കാരെ വിളിക്കണം, പ്രസിഡന്റ് ആണെങ്കിൽ എല്ലാവരെയും വിളിക്കണം, അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടണം. ആ ഒരുമിച്ച് കൂടലിൻ്റെ ഭാഗമാണ് നമ്മൾ നാടകവും മെഗാഷോയും കച്ചവടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒത്തിരി ആൾക്കാർ വരുന്നു, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ തിരുനാളിനോടനുബന്ധിച്ച് പലതരം കാര്യങ്ങൾ വരുന്നു, കച്ചവടങ്ങൾ നടത്തുന്നു, ഒരുമിച്ച് കൂടുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. പണ്ട് ഒരു നാടകം ഉണ്ടായി, വിചാരിച്ച് നല്ലൊരു നാടകം അല്ലെങ്കിൽ നല്ലൊരു സിനിമ ഉണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ ഇതിനൊന്നും പ്രസക്തിയില്ല. പക്ഷെ ഓർക്കണം, ഒരുമിച്ച് കൂടാനുള്ള ഒരു നാളാണ് തിരുനാൾ. ഇനി ഏറ്റവും അവസാനമായിട്ട് ആരുടെ തിരുനാൾ ആഘോഷിക്കുന്നുവോ ആ വ്യക്തിയെക്കുറിച്ച് പഠിപ്പിക്കണം. തിരുനാളിൽ ആ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിനെ കുറിച്ച്, സെൻറ്റ് സെബാസ്റ്റിനെ കുറിച്ച്, സെയിൻറ്റ് ജോർജിനെ കുറിച്ച്, സെയിൻറ്റ് തോമസിനെ കുറിച്ച്, സെയിൻറ്റ് ആൻ്റണിയെക്കുറിച്ച്, യൂദാസ്ലിഹയെക്കുറിച്ച് പഠിപ്പിക്കണം. അതിനനുയോജ്യമായിട്ടുള്ള സന്ദേശമാണ് നമ്മൾ നൽകേണ്ടത്. ഈ എല്ലാ വിശുദ്ധന്മാരുടെയും സന്ദേശം ഞാനിങ്ങനെ ചുരുക്കും. അവർ പറയുന്നത് എന്താണ്? റിസീവ് ദ ബ്ലെസ്സിങ്, ഗിവ് ദ ബ്ലെസ്സിങ് ആൻഡ് ബി എ ബ്ലെസ്സിങ്. അതാണ് ഓരോ വിശുദ്ധന്മാർക്കും നൽകാനുള്ള സന്ദേശം. റിസീവ് ദ ബ്ലെസ്സിങ്, അനുഗ്രഹം സ്വീകരിക്കണം. അനുഗ്രഹം സ്വീകരിച്ച മാർഗങ്ങളാണ് അവർ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ മരിയ ഗോരേത്തി എടുക്കുക, അവൾ ചാരിത്രശുദ്ധിയെക്കുറിച്ചുള്ള മാർഗമാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ സെൻറ്റ് സെബാസ്റ്റ്യൻ എന്താണ്? രക്തസാക്ഷിത്വം, സ്നേഹസാക്ഷിത്വമായിട്ട് മാറണം. എന്താണ് ഫ്രാൻസിസ് സേവ്യർ പറയുന്നത്? ഒരു സ്നേഹത്തിൻ്റെ സ്നാനം നടത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള മാർഗങ്ങളാണ് ജ്വലിക്കുന്നൊരു ഹൃദയമുണ്ടാകണം, അതുപോലെ തന്നെ കയ്യിലുള്ള ആ കുരിശും അതുപോലെ വചനവും ഒക്കെ. ഓരോരുത്തർക്കും പറയാനൊന്നേ ഉള്ളൂ, ദിവ്യകാരുണ്യത്തിനോടുള്ള സ്നേഹം, മറിയത്തോടുള്ള സ്നേഹം, വചനത്തോടുള്ള സ്നേഹം, സഹനത്തോടുള്ള സ്നേഹം. ഇതുവഴിയാണ് ദൈവത്തിൻ്റെ കൃപ അവർ സ്വീകരിച്ചത്. അപ്പോൾ അവർ കാണിച്ചു തരുന്നത് റിസീവ് ദ ബ്ലെസ്സിങ്, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുക. രണ്ടാമത്തത് പ്രാക്ടിക്കലാണ്, പരസ്നേഹമാണ്. ഇതെങ്ങനെ കൊടുക്കണം അത് പല രീതിയിലാണ്. മദർ തെരേസ പറയും അത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ട് അത് കൊടുക്കാൻ സാധിക്കണം. ഫ്രാൻസിസ് അസീസി എന്ത് പറയും? നിങ്ങൾ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറണം. ഇനി സെയിൻറ്റ് ആൻ്റണി എന്ത് പറയും? നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടണം. യൂദാസ്ലിഹ എന്ത് പറയും? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയും. ഗീവർഗീസും അതുപോലെ മറ്റുള്ളവരെന്ത് പറയും? തിന്മയുടെ ശക്തികൾക്കെതിരായി നിങ്ങൾ പോരാടണം. അതെങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെ, കൂദാശയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ. ഇനി നിങ്ങൾ ഓരോരുത്തരും ആരാകണം? നിങ്ങൾ ഓരോരുത്തരും കൃപയായിട്ട് മാറണം. അപ്പോൾ അനുഗ്രഹം സ്വീകരിക്കണം, അനുഗ്രഹം ഏകണം, അനുഗ്രഹമാകണം. അനുഗ്രഹമാകുന്നത് എങ്ങനെയാണ്? നല്ലൊരു അപ്പൻ, നല്ലൊരു അമ്മ, നല്ലൊരു ഭർത്താവ്, നല്ലൊരു വൈദികൻ, നല്ലൊരു സന്യാസിനി ആകുമ്പോഴാണ് നമ്മൾ സാക്ഷികളായിട്ട് മാറുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഉപവി പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കണം. 1% പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. എനിക്കറിയാവുന്ന ഒരുപാട് ഇടവകകളുണ്ട്, അവരതിൻ്റെ അകത്ത് നിന്ന് ഒരു വീട് വെച്ച് കൊടുക്കുന്നു. പ്രസിഡന്റുമാർ അവരുടെ ചില കാര്യങ്ങൾ വെട്ടിക്കുറച്ചിട്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണ്? കല്യാണം കഴിക്കാനുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഡയാലിസിസ് നടത്താൻ പോകുന്നു. ഈ ഇടയ്ക്ക് തൃശ്ശൂർ എനിക്ക് പരിചയമുള്ളൊരു സ്നേഹിതനായിട്ടുള്ള അച്ഛൻ, അവിടെ 100 പേർക്കാണ് ഡയാലിസിസിന് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ 200 ചില്ലാനം വ്യക്തികൾക്ക് കൊടുക്കാൻ സാധിച്ചു. കാരണം ഇങ്ങനെ നന്മ പ്രവർത്തികൾ ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ടുള്ള ഒത്തിരി വ്യക്തികളുണ്ടെന്നേ. അപ്പം നമ്മൾ ആലോചിക്കണം, ഇപ്പോൾ തിരുനാൾ ഒരുപാട് വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഈ തിരുനാളിൽ ഇങ്ങനെ പടക്കം പൊട്ടിച്ചും ഒരുപാട് ആർഭാടങ്ങൾ നടത്തി പോകുമ്പോൾ പാവങ്ങളുടെ കാര്യം മറന്നു പോകരുത്. അപ്പം അതുകൊണ്ട് ഓർക്കണം, തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് അവിടുത്തെ വൈദികർ പറയണം, നമുക്ക് ഇത്ര % നമുക്ക് പാവങ്ങൾക്ക് വേണ്ടി. ഇവിടെ ഒരു വീടില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ ഡയാലിസിസ് നടത്തുന്നവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം. അപ്പോഴാണ് തിരുനാൾ ദൈവത്തിലേക്കുള്ള തിരുനാൾ അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് തിരിയുവാനുള്ള വിശുദ്ധ ദിനങ്ങളായിട്ട് മാറുന്നത്. എൻ്റെ സന്ദേശം ഇവിടെ വ്യക്തമായി. ഇത് വാസ്തവത്തിൽ ഒരു പഠനമാണ്.
ഇതൊരു ഇൻഫർമേഷനാണ്. ഇത് കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, ആ തിരുനാൾ ഒരു ഓർമ്മയായിട്ട് മാറിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി പ്രസക്തിയുണ്ട്. കേട്ട കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കാം. ഞാൻ ഡിഫറൻസാണ് പറഞ്ഞത്. പെരുന്നാൾ, നവനാൾ, തിരുനാൾ. തിരുനാൾ പെരുന്നാളാക്കരുത്. തിരുനാൾ പെരുന്നാളാക്കരുത്. മറിച്ചൊരു നവനാൾ നമ്മുടെ ജീവിതത്തിൽ 9 ദിവസങ്ങൾ ഒരുക്കമായിട്ടൊന്ന് മാറണം. ആ ഒരുക്കത്തിൻ്റെ ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ആ തിരുനാളിൻ്റെ 5 കാര്യങ്ങൾ, വചനം, നമ്മൾ വചനമാകണം, വചനമേകണം, സുവിശേഷമാകണം, സദ്വാർത്തയാകണം, പത്രവാർത്തയാകരുത്, വിശേഷമാകണം, നാട്ടുവിശേഷമാകരുത്. അതാണ് ഓരോ വിശുദ്ധന്മാരും. പിന്നെ രണ്ടാമത്തത്, നമ്മളെല്ലാവരും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ഈ ദിവസങ്ങളിൽ. പലരും എന്താണ്, കുർബാനയ്ക്ക് വരില്ല, അവിടെ നടക്കുന്ന ഗാനമേള, മെഗാ ഷോ, മിമിക്രി, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും. പള്ളിയും കാണത്തെ ആരും ഉണ്ടാവില്ല. അടുത്തത്, ഒരുമിച്ച് കൂടാനുള്ള ഒരു നാളാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പോയ ആൾക്കാരെയൊക്കെ വിളിക്കണം, അവർ വരണം. പിന്നെ അനുരഞ്ജനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ആരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ആ വ്യക്തിയുടെ സന്ദേശം, എല്ലാ വിശുദ്ധന്മാരുടെ സന്ദേശം ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞു: റിസീവ് ദ ബ്ലെസ്സിങ്, ഗീവ് ദ ബ്ലെസ്സിങ് ആൻഡ് ബി എ ബ്ലെസ്സിങ്. ഇവർ ഓരോരുത്തരും കാണിച്ചു തരുന്നത് എങ്ങനെയാണ് അവർ ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിച്ചത്, എങ്ങനെയാണ് കൃപ അവർ മറ്റുള്ളവർക്ക് കൊടുത്തത്, എങ്ങനെ അവരെന്നും കൃപയായി വിരാജിക്കുന്നു. ഇതാവട്ടെ നമ്മുടെ തിരുനാൾ ആഘോഷം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.